ദേവികുളം സബ് കളക്ടർ പദവിയിൽ നിന്ന് നീക്കം ചെയ്ത ശേഷം ശ്രീറാം വെങ്കിട്ടരാമൻ പങ്കെടുക്കുന്ന ആദ്യ പൊതുപരിപാടിയായിരുന്നു മൂവാറ്റുപുഴയിലേത്. സമൂഹത്തിന് മാതൃകയാകുന്നവർക്ക് നിർമ്മല ആർട്സ് സൊസൈറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരം ശ്രീറാം ഏറ്റുവാങ്ങി. തന്നെ പുരസ്കാരത്തിന് പരിഗണിച്ചത് എന്തിനെന്ന ചോദ്യത്തോടെ മറുപടി പ്രസംഗം ആരംഭിച്ച ശ്രീറാം ഒരു സാധാരണ IAS ഉദ്യോഗസ്ഥനെ പോലെ ജോലി ചെയ്യുക മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞു. ദേവികുളത്തെ സബ് കളക്ടർ പദവിക്ക് ലഭിക്കുന്ന ജനശ്രദ്ധയാണോ പുരസ്കാരത്തിന് അർഹനാക്കിയതെന്ന് സംശയിച്ച ശ്രീറാം ഈ പുരസ്കാരം തനിക്ക് വലിയ അംഗീകാരമാണെന്ന് പ്രഖ്യാപിച്ചു. ഇതിനെ ഞാനൊരു ഒരു നെഗറ്റീവ് രീതിയിൽ പറയുകയല്ല, വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ അടുത്ത 30 വർഷത്തേക്ക് നന്നായി ജോലി ചെയ്യും എന്ന് ഉറപ്പുവരുത്താനുള്ള എളുപ്പ മാർഗമാണ് ഈ അവാർഡ്. എന്നെ പേടിപ്പിക്കുകയും ശാസിക്കൊന്നും വേണ്ട, എന്നെ അങ്ങ് പുകഴ്ത്തി വലിയൊരാളാക്കിയാൽ മതി. ഇനിയിപ്പോൾ മോശമായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ? ഡോക്ടറായ ശ്രീറാം IAS എന്തിനു തിരഞ്ഞെടുത്തു എന്ന വിദ്യാർത്ഥിനിയുടെ ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെ: ഈ കേരളത്തിൽ ഇപ്പോൾ ഉള്ള 150, 200, 250 IAS ഉദ്യോഗസ്ഥർ ഒരു വർഷം ഒരാളെ വെച്ച് സഹായിച്ചാൽ തന്നെ വലിയൊരു കാര്യമില്ല. അപ്പൊ ഇതൊന്നും ഒരിക്കലും സാധാരണക്കാരന് പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ IASകാർക്ക് പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഒരു സാധാരണ ലെവലിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത സേവനം ചെയ്യാനുള്ളൊരു അവസരം, അത് മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞ ഉത്തരം. പുരസ്കാരമായി ലഭിച്ച 10,001 രൂപ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സംഭാവന നൽകിയാണ് ശ്രീറാം മടങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.